Hi friends, welcome back to Jaya's Recipes. അപ്പോൾ ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നല്ല പുട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല ടേസ്റ്റിലാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതാ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് നേരിട്ടിട്ട് ഫിൽറ്ററിലോട്ട് മാറ്റിയിട്ട് ടാപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചിട്ട് കഴുകുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കുക, അത് വെള്ളത്തിൽ ഇട്ട് വെക്കാനൊന്നും പാടില്ല, ഒട്ടും കുതിരാൻ പാടില്ല. നേരിട്ടിട്ട് കഴുകിയിട്ട് ഇതേപോലെ തന്നെ ഫിൽറ്ററിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ വെള്ളം പെട്ടെന്ന് ഡ്രെയിനായിട്ട് പെട്ടെന്ന് അത് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ വലിയ ഇനം നുറുക്ക് ഗോതമ്പ് എടുത്തിരിക്കുന്നത്, റവ പോലത്തെ അല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് കോട്ടൺ തുണിയിൽ ഇങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. നനവോട് കൂടിയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ വറുത്തെടുക്കാൻ കുറച്ചൊന്ന് ടൈം എടുക്കും. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിൻ്റെ ശേഷം മാത്രം നമ്മളിത് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ ചെറുതായിട്ട് അങ്ങനെ നമ്മൾ അരിയൊക്കെ വറക്കുന്ന പോലെ തന്നെ ചെറിയൊരു അതിൻ്റെ ആ വറുത്തൊരു മണമൊക്കെ വരാൻ തുടങ്ങും. പിന്നെ അത് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടണം, എന്നാലല്ലേ നമുക്കിത് പൊടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പൊടിക്കുമ്പോൾ അതിങ്ങനെ ചതഞ്ഞ് കിടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് ഒരു നുറുക്ക് ഗോതമ്പ് ഒന്ന് എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഒന്ന് അങ്ങനെ പൊട്ടുന്ന ഒരു പരുവത്തിൽ ഇരിക്കും. പിന്നെ ആ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ അരിയൊക്കെ വറക്കുമ്പോൾ നമുക്കറിയില്ലേ ആ ഒരു പരുവത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ വറക്കാറില്ലേ ആ ഒരു രീതിയിൽ. അപ്പോൾ അരിയുടെ ആകുമ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടിയാണ് വറക്കാറ്. ഇതാകുമ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് വറുത്തിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സാധാരണ നുറുക്ക് ഗോതമ്പിൻ്റെ പുട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാറ്. മറ്റേത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചൂടുള്ള വെള്ളത്തിൽ ഉണ്ടാക്കിയിട്ട്, അത് എനിക്ക് അത്ര ഒരു ടേസ്റ്റായിട്ട് അത്ര തോന്നിയിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ വറുത്ത ആ ഒരു ഫ്ലേവർ ഇതിന് കിട്ടും. അത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ആ വറുത്ത നല്ലൊരു മണം രുചിയൊക്കെ ഇതിനുണ്ട്. ഇപ്പോൾ അതാ ഇതിങ്ങനെ ഒന്നെടുത്തിട്ട് ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ ഒരു പൊട്ടുന്ന ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി കടായി കൂടുതൽ ചൂടാണെങ്കിൽ നിങ്ങൾക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അധികം ചൂടില്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി അതൊന്ന് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ പുട്ടിൻ്റെ പൊടി പൊടിക്കുന്ന ആ ഒരു തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക. ഫൈനായിട്ടുള്ള പൗഡർ ആക്കല്ലേ. ഇപ്പോൾ അതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു റവയുടെ ഒരു തരിതരിപ്പായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളമല്ല കേട്ടോ, ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വറുത്ത അരിപ്പൊടിയാവുക കാരണം എപ്പോഴും ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് അത് കുഴച്ചെടുക്കുന്നതാണ് എപ്പോഴും അതിന് നല്ലത്, ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ സാധാരണ നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഒരു 4 കഷ്ണം പുട്ട്, ഞാൻ ചിരട്ട പുട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ 4 കഷ്ണം, അല്ലാതെ നമ്മൾ നീളത്തിലുള്ള പുട്ട് ഉണ്ടാക്കുന്നതെങ്കിലും അതിലൊരു 4 കഷ്ണം പുട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 പേർക്കുള്ള പുട്ട് ധാരാളം ഇത് ഉണ്ടാക്കാൻ പറ്റും. 2-3 പേർക്ക് ഇത് ധാരാളമാണ്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് നാളികേരം കൂടിയും ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാളികേരമൊക്കെ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കട്ടോ. ഞാൻ പൊതുവെ പുട്ടിലൊക്കെ കുറച്ച് അധികം നാളികേരം ചേർക്കും. ഇപ്പോൾ ഒരു 1/2 കപ്പൊക്കെ നാളികേരം ചേർത്താൽ, നാളികേരം എത്ര ചേർക്കണമെന്ന് വെച്ചാൽ അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മളതൊന്ന് അടച്ചു വയ്ക്കുക. 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അത്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നാളികേരം നേരിട്ട് മിക്സ് ചെയ്യാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കാനോ ഇഷ്ടം വെച്ചാൽ അതുപോലെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് നാളികേരം ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, 1/4 കപ്പ്. പിന്നെ ഞാൻ കുറച്ച് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ അതെൻ്റെ അടിയിൽ വെച്ചിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. അതിന് വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും കൂടി ചതച്ചിട്ട്, ജീരകം അധികം ആവരുത്, ചതച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. ഞാൻ ഇതിന് മുന്നത്തെ പുട്ടിൻ്റെ റെസിപ്പിയിൽ കാണിച്ചിരുന്നു. ഇപ്പോൾ ഞാനിതൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ സാധാരണ പുട്ടും കുറ്റിയിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം വരണം, അതിനു വേണ്ടി വയ്ക്കാം. സ്റ്റീം വന്നതിൻ്റെ ശേഷം മാത്രം പുട്ടുകുറ്റി ഇതിൻ്റെ മീതെ വയ്ക്കാവൂ.
ഞാനിപ്പോൾ ചിരട്ടപ്പുട്ട് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആദ്യം കുറച്ച് നാളികേരം ഇട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് പൊടി ഞാൻ ഇതിലേക്ക് നനച്ച് വെച്ച പൊടി ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇടുമ്പോൾ ഒട്ടും അമർത്തരുത്, ഇങ്ങനെ ജസ്റ്റ് അതിലിട്ട് കൊടുക്കുക മാത്രമേ ആവൂ, കൈകൊണ്ട് അമർത്തരുത് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ സ്റ്റീം വരാൻ ബുദ്ധിമുട്ടാവും, പിന്നെ അതിങ്ങനെ ബലത്തിലിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് സ്റ്റീം വന്നതിൻ്റെ ശേഷം മാത്രം, നിങ്ങൾ ഇഡ്ഡലി കുക്കറോ ഏതാണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കുക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സ്റ്റീം വന്നതിൻ്റെ ശേഷം മാത്രം ഇത് മീതെ വയ്ക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീതെ നന്നായിട്ട് സ്റ്റീം വന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ആ പുട്ട് വെന്താൽ നല്ലൊരു മണം വരുമല്ലോ, ആ മണം വരുന്നവരെ ഒരു 6-7 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പാകമാവും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ചുണ്ടാക്കുക കാരണം തന്നെ ഇതിന് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ മൊത്തം ഇവിടെ ആ ഒരു മണം ഉണ്ട് കേട്ടോ. പുട്ട് വെന്ത് വരുമ്പോൾ ഒരു മണം ഉണ്ടാവുമല്ലോ, ആ ഒരു ഇത്. അപ്പോൾ അത് റെഡിയായി. ഒരു 6-7 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. നന്നായിട്ട് സ്റ്റീം വന്നതിൻ്റെ ശേഷം മാത്രമേ കേട്ടോ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ സാധാരണ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന കടലക്കറിയോ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റ്യൂയോ അല്ലെങ്കിൽ പഴമോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.